പ്രായമായ പുരുഷന്മാർ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂത്രം പിടിച്ചാൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീക്കായി പോവാണ്, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടി വരികയാണ്, ലൈംഗിക ശക്തി ഭയങ്കര കുറവാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല, എന്താ ഇതിന് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നൊരവസ്ഥ. അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഈ പ്രോസ്ട്രേറ്റിൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നണില്ല, സ്കാൻ ചെയ്തപ്പോൾ ഒന്നും കുഴപ്പമില്ല, പിന്നെ ഇതെന്താണ്, അല്ലെങ്കിൽ ഇത് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നം മാത്രമാണോ, ഇത് പ്രോസ്ട്രേറ്റിൻ്റെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ പ്രോസ്ട്രേറ്റിന് വീക്കം വരികയാണെങ്കിൽ സാധാരണഗതിയിൽ വേറെ എന്തൊക്കെ സിംറ്റംസ് ആണ് വരാറുള്ളത്, ഡോക്ടർ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് പല ആളുകളും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവർ ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്ത് എക്സസൈസ്, എന്ത് ഫുഡ്, എൻ്റെ പ്രോസ്ട്രേറ്റിൻ്റെ വീക്കം അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ഫുഡ് കഴിക്കണം, എന്ത് എക്സസൈസ് ചെയ്യണം, എത്ര തവണ ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത്തരം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സരോവിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല. അപ്പോൾ ആദ്യം തന്നെ പറയാനുള്ളത്, പ്രോസ്റ്റേറ്റ് വീക്കം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ മൂത്രം ഒറ്റിപ്പോകുന്നുണ്ടോ എന്നാൽ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം കാരണമാവും, അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്തോ എന്നായിരിക്കും പലരും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. അപ്പം ഈ പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ ഗ്രന്ഥിയാണ്. അത് നിങ്ങളുടെ ഈ ഒരു മൂത്രക്കുഴലിൻ്റെ തുടക്ക ഭാഗത്തിൽ നിൽക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. അകത്താണ്, നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന്. അപ്പം ഇതിന് വീക്കം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലാദ്യം തന്നെ പറയാനുള്ളത്, പലപ്പോഴും പുരുഷന്മാർ പറയുന്ന ഒരു പരാതിയാണ്, മൂത്രം ഒഴിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറേ തുള്ളി ആയിട്ട് ഉറ്റിപ്പോവും. കഴിഞ്ഞു എന്ന് വിചാരിച്ച് കഴുകി ഞാൻ അകത്തേക്ക് വരുന്ന ടൈമിലായിരിക്കും പലപ്പോഴും തുള്ളിയായിട്ട് ഉറ്റിപ്പോകുന്നത്. പലപ്പോഴും ഞാൻ നമസ്കരിക്കാനൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഒന്നൊക്കെ എടുത്ത് തിരിച്ചു വരാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മൂത്രം ഒറ്റിയിട്ടുണ്ടാവുക. പിന്നെ എനിക്ക് അന്ന് നിസ്കരിക്കാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അല്ലെങ്കിൽ ഞാനൊരു പൊതുസ്ഥലത്ത് പോയി ആരെങ്കിലും എന്നെ കാത്തു നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മൂത്രമൊഴിച്ച് തിരിച്ച് വരാൻ പറ്റുന്നില്ല. കാരണം മൂത്രമൊഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പിന്നെയും കുറച്ച് ചുറ്റും, പിന്നെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ പിന്നെയും കുറച്ച് ചുറ്റും, ഇതേ അവസ്ഥയാണ്. പലപ്പോഴും ഞാൻ ടിഷ്യൂ തിരികെ വെച്ച് പോകേണ്ട അവസ്ഥ വരാറുണ്ട് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ മറ്റൊരവസ്ഥയാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കേണ്ടി വരാം. ഇപ്പോൾ മൂത്രമൊഴിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും മൂത്രമൊഴിക്കേണ്ടി വരാം. സാധാരണ ഉള്ളതിനെക്കാട്ടിലും മൂത്രം അധികമായിട്ട് തോന്നുന്ന പോലെ, ഒരുപാട് മൂത്രമൊഴിക്കാനുള്ളത് പോലെ തോന്നുക. അതേപോലെ രാത്രി ഉറക്കത്തിൻ്റെ ഇടയിൽ എണീറ്റ് വീണ്ടും മൂത്രമൊഴിക്കുന്നത് ഒരുപാട് മൂത്രമൊഴിക്കാനുള്ള പോലെയൊക്കെ തോന്നാം. അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, ലൈംഗിക ശേഷി വളരെ നഷ്ടപ്പെട്ട ഒരവസ്ഥയിലേക്കാണ് പോയിട്ടുള്ളത്. ഈ ഒരു മൂത്രത്തിൻ്റെ ഇഷ്യൂ വന്നതിന് ശേഷം തന്നെ ലൈംഗിക ശേഷി അതേപോലെ ഇഷ്യൂസ് ആയിട്ടുണ്ട്. ചിലർക്ക് പറയാറുണ്ട് സമയക്കുറവാണ് പ്രശ്നം, താല്പര്യക്കുറവും ധാരണക്കുറവൊന്നുമില്ല, പക്ഷെ സമയം തീരെ കിട്ടുന്നില്ല എന്ന് പറയുന്ന കേസ് വരാറുണ്ട്. അതേപോലെ ചില ആളുകൾ പറയാറുണ്ട്, മൂത്രം തീരെ സ്പീഡില്ലാണ്ടാണ് പോകുന്നത്, ഒരുപാട് ടൈം എടുത്ത് തീരെ സ്പീഡില്ലാതെ ഭയങ്കര ബ്ലോക്കായിട്ട് നിൽക്കുന്ന ഒരു പൈപ്പിലൂടെ എത്ര കുറച്ച് യൂറിനാണോ വരുന്നത് അതേ രീതിയിലാണ് മൂത്രം വരുന്നത്, എന്നാൽ കുറേ മൂത്രം ഉണ്ട് താനും. മൂത്രം മുട്ടി നിൽക്കുന്ന സമയത്ത് തീരെ മൂത്രം വരാത്ത പോലെ ഇങ്ങനെ മെല്ലെ ചെറിയ ഓട്ടയിലൂടെ മാത്രം വരുന്നൊരവസ്ഥയിലേക്കാണ് പോകുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിൻ്റെ വീക്കം എന്തുകൊണ്ടാണ് വരുന്നത്, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴായിട്ട് അത് പ്രായത്തിൻ്റെ വരാറുണ്ട്. ഒരു 40-45 വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് BPH എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്ന ഒരവസ്ഥ വരാറുണ്ട്. അപ്പം അത് ചെറിയൊരു വീക്കാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അത് വലുതാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നോക്കേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ അതിനെ ട്രീറ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ രീതിയിലേക്ക് തന്നെ അതിനെ കൊണ്ടുപോകാൻ പലപ്പോഴും പറ്റാറുണ്ട്. അപ്പോൾ അതൊന്ന്. 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ അവിടെ ഇപ്പോൾ മൂത്രം പിടിച്ചു വെക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് എത്ര മൂത്രം ഒഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാലും പെട്ടെന്ന് മൂത്രം ഒഴിക്കാൻ പോകില്ല, ഒരുപാട് സമയം പിടിച്ചു വെച്ച് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻസ്, അവിടെ അണുബാധ ഉണ്ടാവാനുള്ള ചാൻസസ്, പ്രോസ്റ്ററ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ ഈ മൂത്രത്തിൽ ഇഷ്യൂസ് വരാൻ പറ്റുന്ന മറ്റ് കേസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നല്ലോണം നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എപ്പോഴും മലബന്ധമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ എപ്പോഴും ഒരുപാട് കാലമായിട്ട് ചുമയുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും മൂത്രത്തിൽ ഇത്തരം ഇൻകോണ്ടിനൻസ് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം പോകുന്ന ഒരു പ്രശ്നം ലീക്ക് ചെയ്യുന്ന പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രോസ്റ്റേറ്റ് നേരെ ആവാൻ അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തിനെ
ബെനിഫിറ്റ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, എന്ത് കഴിച്ചാലാണ് അതിന് ഗുണം വെക്കുന്നത് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിലൊന്നാമതായിട്ട് പറയാനുള്ളത് നമ്മൾ തക്കാളിയും അതേപോലെ തണ്ണീർമത്തനും വളരെ നല്ലതാണ്. വാട്ടർമെലൺ, അതായത് ഇതിൽ ലൈക്കോപ്പീൻസ് വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഇവിടെ ഇൻഫ്ലമേഷൻസ്, അതായത് നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് വളരെയേറെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ സിങ്ക് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് നമ്മളുടെ പംകിൻ സീഡ്, കശുവണ്ടി, നട്ട്സ് ഒക്കെ വളരെ നല്ലതാണ്. അതേപോലെ പറയാനുള്ളതാണ് ഒമേഗ 3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ. അത് പ്രത്യേകം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മീനിൽ, അതായത് നമ്മളുടെ മത്തിയിലാണെങ്കിലും സാൽമൺ പോലുള്ള മീനുകളിൽ വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെജീസ്, നമ്മളുടെ പച്ചക്കറികൾ, എല്ലാ രീതിയിലുള്ള പച്ചക്കറികൾ, ഇലക്കറികൾ ഒക്കെ ഇതിൻ്റെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഇതിലെല്ലാം ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ളത് കൊണ്ട് തന്നെ പലപ്പോഴായിട്ട് നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം പറയാനുള്ളത് നല്ല രീതിയിൽ കോഫി അല്ലെങ്കിൽ കഫീൻ്റെ ഉപയോഗം നല്ല രീതിയിലുണ്ട്, നന്നായിട്ട് മദ്യപിക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ഇത്തരം വീക്കങ്ങൾ, നീർക്കെട്ടുകൾ കൂട്ടാനും അതേപോലെ പ്രോസ്റ്റേറ്റിൻ്റെ വീക്ക് ഉണ്ടാക്കാനും അല്ലെങ്കിൽ മൂത്രത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കാനൊക്കെ കാരണം ആയിട്ട് വരുന്ന ഒരു കാരണമാണ്. അപ്പം ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാറുള്ളത് മരുന്നില്ലാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന എന്തെങ്കിലും എക്സസൈസുകൾ ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ബേസിക് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ കീഗിൾസ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും കീഗിൾസ് എക്സസൈസ് കേട്ടിട്ടുണ്ട് അല്ലേ, എന്താണ് എന്നുള്ളത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് എക്സാക്ട്ലി ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും പല ആളുകളും കൺഫ്യൂഷൻസ് പറയാറുണ്ട്. അപ്പോൾ കീഗിൾസ് എക്സസൈസ് എന്താണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്ന മസിലുകൾ എന്താണെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പം ശോധന ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും മൂത്രം ഒഴിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് മസിൽസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ മൂത്രത്തിനെയും മലത്തിനെയും ഒക്കെ പുറം തള്ളുന്നതിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസിനെയാണ് പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മസിൽസിനെ നമ്മൾക്ക് ആക്ച്വലി പുറമേക്ക് കാണാൻ കഴിയില്ല, അകമേക്ക് നമുക്ക് അവരെ ഫീൽ ചെയ്യാനേ കഴിയുള്ളൂ. അപ്പം ഇതിനെ എക്സസൈസ് ചെയ്യുമ്പോൾ അതിന് ഇൻവിസിബിൾ എക്സസൈസ് എന്ന് വരെ പറയാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എക്സസൈസിൽ പുറമേക്കുള്ള ഒരു ശാരീരികമായിട്ടുള്ള ഒരു മസിൽ പോലും ചലിക്കുന്നില്ല, നമുക്ക് കാണുന്ന ഒരു മസിലും ചലിക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്, ഏത് മസിലിനെയാണ് ഇവിടെ എക്സസൈസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കുണ്ട്. നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം ഒഴിക്കണ്ട എന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മൂത്രത്തിനെ കൺട്രോൾ ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു മസിലിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുന്നുണ്ട്. മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം ഒഴിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ, ഓക്കെ, ഇതല്ല എക്സസൈസ്. ഇത് ഏതാണ് മസിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന ടൈമിൽ മൂത്രം പിടിച്ചു വെക്കാൻ പറയുന്നത്. അപ്പം ഒരുപക്ഷെ അത് ഇപ്പം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ്. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ വയറിന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു മസിലിനെ നിങ്ങൾ വയറിൻ്റെ മസിലിനെ ഉള്ളിലേക്ക് വലിച്ചു പിടിച്ച് അല്ലേ? അതേപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ മൂത്രം ഒഴിക്കണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഒരു മസിലിനെ നിങ്ങൾ വലിച്ചു പിടിക്കും. ഇതെന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം കംപ്ലീറ്റ് മൂത്രം ഒഴിച്ച് കളയുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ടൈമിലും നിങ്ങൾ നിൽക്കുകയാണെങ്കിലും ഇരിക്കുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ്. അപ്പോൾ ഈ ഒരു മസിലിനെയാണ് നമ്മളിവിടെ എക്സസൈസ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ആ ഒരു മസിൽ ഏതാണെന്ന് മനസ്സിലായി, അതെങ്ങനെയാണ് വലിച്ചു പിടിക്കുന്നതെന്നും മനസ്സിലായി. ഇത് വലിച്ചു പിടിക്കുന്നത് എങ്ങനെയാണ് മനസ്സിലായി കഴിഞ്ഞാൽ, നിങ്ങളിപ്പം ഉദാഹരണത്തിന് ഇരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഏത് പൊസിഷനിലാണെങ്കിലും ആ ഒരു മസിലിനെ നിങ്ങൾ ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക. തുടക്കത്തിൽ ചിലപ്പോൾ അത് ഏതാണെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷെ അത് മനസ്സിലായതിന് ശേഷം വലിച്ചു പിടിക്കുക, ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിച്ചു പിടിച്ച് 1, 2, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, റിലാക്സ് ചെയ്യുക. വീണ്ടും വലിച്ചു പിടിക്കുക, 1 സെക്കൻഡ്, 1 2 സെക്കൻഡ്, 1 3 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ 10 റിപ്പീറ്റ്സ് ചെയ്യുക, 3 സെറ്റാക്കിയിട്ട്. അതായത് ഒരു ദിവസം നിങ്ങളൊരു 30 തവണയോ അല്ലെങ്കിൽ ഒരു 45 തവണയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇപ്പം 10 തവണ ചെയ്യുക, ഒരു 2-3 മിനിറ്റ് റിലാക്സ് ചെയ്യുക, വീണ്ടും 10 തവണ ഇതേപോലെ വലിച്ചു പിടിക്കുക, റിലാക്സ് ചെയ്യുക, വലിച്ചു പിടിക്കുക, റിലാക്സ് ചെയ്യുക. ഇങ്ങനെ നിങ്ങൾ കൊണ്ടുപോവുക. ഇതിന് നിങ്ങൾക്ക് 3 സെക്കൻഡ് ഒരു കുഴപ്പവും ഇല്ലാണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല, വേദന ഇല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. 30 തവണ ഒരു പ്രശ്നമില്ലാണ്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് പതിയെ നിങ്ങൾക്ക് അതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാം. ഒരു 5 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് മെല്ലെ മെല്ലെ നിങ്ങൾക്ക് ടൈമിനെ കൂട്ടിക്കൊണ്ടുവരാം. ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ആവേശം കയറി ഇത് ഭയങ്കര സിമ്പിളാണല്ലോ എന്ന് വിചാരിച്ച് ഒരുപാട് ടൈമോ ഒരുപാട് റിപ്പീറ്റേഷൻസോ ഒറ്റയടിക്ക് നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്.
കാരണം നമ്മൾ തീരെ എക്സസൈസ് ചെയ്യാത്തൊരു മസിൽ ആയതുകൊണ്ട് തന്നെ ഇത് ഓവറായിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജിമ്മിൽ പോയ അവസ്ഥയാവും. കാരണം പിറ്റത്തെ ദിവസം മൂത്രം ഒഴിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ആ ഒരു മിതത്വം പാലിച്ച് പതിയെ പതിയെ അതിൻ്റെ ടൈം കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയാനുള്ളത്, ഇത് നിങ്ങൾ ചെയ്യണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതാണ് മസിൽ എന്ന് അറിയാത്തതുകൊണ്ട് പലരും പല രീതിയിലാണ് ആ ഒരു മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ചിലർ വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ച് ആ ഒരു ഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാൻ നോക്കും. ചിലർ ചുണ്ട് ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ആ ഒരു ഭാഗം വലിച്ചു പിടിക്കാൻ നോക്കും. ചിലർ വേറെ ഏതെങ്കിലും മസിൽസിനെ വലിച്ചു പിടിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് വലിച്ചു പിടിക്കാൻ നോക്കും. അപ്പം നിങ്ങൾ ചെയ്യുമ്പം എപ്പോഴും ആ ഒരു ഭാഗം മാത്രം കോൺട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വലിച്ചു പിടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശരീരത്തിലെ വേറൊരു മസിൽ പോലും നിങ്ങൾ അനക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. അപ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് എഫക്റ്റും ഫോക്കസും ആ ഒരു മസിലിലേക്ക് പോകുന്നത്. അതേപോലെ പറയാനുള്ളത്, മൂത്രം ഒഴിക്കുന്ന ടൈമിൽ ഈ എക്സസൈസ് ചെയ്യാൻ നിൽക്കരുത്. മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ പിടിച്ച് വെക്കാറുണ്ട്. പലരും ഇത് തെറ്റിദ്ധരിച്ച് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മൂത്രം ഒഴിക്കുന്നതിൻ്റെ ഇടയിൽ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതുകൊണ്ടൊന്നും ഗുണമില്ല, ഭയങ്കര പെയിനാണ്, എനിക്ക് സഹിക്കാൻ പറ്റാത്ത പെയിനാണ്, പിന്നെ ഞാനത് നിർത്തി എന്നാണ് പറയാം. മൂത്രം ഒഴിക്കുന്ന ടൈമിലല്ല ഇത് ചെയ്യേണ്ടത്. മൂത്രം ഒഴിക്കുന്ന ടൈമിൽ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ബ്ലാഡറിൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ പറയാനുള്ളത്, ഇത് ചെയ്യുന്ന സമയത്ത് ശ്വാസം പിടിച്ചു വെക്കരുത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ശ്വാസം വലിച്ചു വിടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താം. അപ്പോൾ ആ ഒരു മസിലിനെ വലിച്ചു പിടിക്കുകയാണല്ലോ, അപ്പോൾ ഫുള്ള് ശ്വാസവും അതിൻ്റെ കൂടെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതെപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് എത്ര കാലം ചെയ്താലാണ് ഇതിനോട് ഗുണം ഉണ്ടാവുക? ഇത് ഞാൻ കുറച്ച് കാലം ചെയ്ത് 1 മാസത്തോളമൊക്കെ ചെയ്ത് ഒരു കാര്യം ഉണ്ടായില്ല എന്ന് പറയുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങളൊരു 4 to 8 വീക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ചെറിയ മാറ്റങ്ങൾ അതിൽ കണ്ടു തുടങ്ങാം. ഇത് കഴിഞ്ഞ് നിങ്ങളൊരു 2-3-4 മാസം ചെയ്ത് കഴിഞ്ഞാലാണ് എക്സാക്ട്ലി ഒരു ആ ഒരു മാറ്റം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങാം. ഇത് ദിവസം തോറും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു പരിധി വരെ നിങ്ങളുടെ ഇപ്പം ഉദാഹരണക്കുറവാണെങ്കിലും സമയക്കുറവാണെങ്കിലും മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും, അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റിൻ്റെ എന്തെങ്കിലും സർജറി കഴിഞ്ഞവരാണെങ്കിലും, അതേപോലെ 45 വയസ്സിന് മേലെയുള്ള ആളുകളാണെങ്കിലും ഒക്കെ വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആ ഒരു മസിലിനെ നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്കുള്ള രക്തയോട്ടം നല്ല രീതിയിൽ കൂട്ടാനും, അതേപോലെ മൂത്രത്തിൽ ഇഷ്യൂസ് വരുന്നുണ്ട്, ഒരു കൺട്രോൾ ബാലൻസ് ഒന്നും കിട്ടുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺട്രോൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നിങ്ങളെ ബോഡിനെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മസിലാണ് ഇപ്പം നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രെങ്ത് കൂട്ടാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് പിന്നീട് ഉണ്ടാകുന്ന ഇഷ്യൂസിനെ മാക്സിമം ഇല്ലായ്മ ചെയ്യാനും, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെയാണോ പോകുന്നത് അതേപോലെ വല്ലാണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് മുന്നോട്ട് പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഹിബ അബ്ദുൽ മജീദ്, ഡോക്ടർ ഹിബ സറോബിയ, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ല.